കാനഡയിൽ നടന്നിട്ടുള്ള ഇലക്ഷനെ കുറിച്ചാണ് ഇന്ന് നമ്മളുടെ വീഡിയോ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ചാണ്. ഈ കാനഡ എന്ന് പറയുന്ന ഒരു രാജ്യം നമുക്കറിയാം, ഇന്ത്യയിൽ നിന്ന് ഒരുപക്ഷെ കുട്ടികളൊക്കെ തന്നെ പഠിക്കാൻ പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ്. പിന്നെ ഇന്ത്യയിൽ നിന്നുള്ള നല്ലൊരു ശതമാനം ആളുകൾ കുടിയേറി പാർത്തിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ് കാനഡ എന്ന് പറയുന്നത്. അവിടേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്ന ആളുകളുടെ നമ്പർ ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെ നടക്കുന്ന ഏതൊരു തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള വ്യതിചലനങ്ങളൊക്കെ തന്നെ നമ്മളെയും സ്വാധീനിക്കാറുണ്ട്. 2025 തെരഞ്ഞെടുപ്പിൽ അവിടെ എല്ലാവരും തന്നെ വിചാരിച്ചിരുന്നത്, നമുക്കറിയാം ജസ്റ്റിൻ ട്രൂഡോയാണ് അവിടെ ഭരിച്ചിരുന്നത്. ജസ്റ്റിൻ ട്രൂഡോക്കെതിരെ വലിയ തോതിലുള്ള ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു. അവിടെ അവരുടെ സാമ്പത്തിക വ്യവസ്ഥയൊന്നും അത്ര നല്ലതല്ലായിരുന്നു. വലിയ തോതിലുള്ള തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരുന്നു. തൊഴിലില്ലായ്മ രൂക്ഷമായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ, സംരക്ഷണ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഭവനവുമായി ബന്ധപ്പെട്ട് അത് കിട്ടാത്ത അല്ലെങ്കിൽ വിലയേറുന്ന പ്രശ്നങ്ങളുണ്ടായിരുന്നു. നാണയപ്പെരുപ്പത്തിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. ആകെപ്പാടെ തന്നെ ഒരു സാമ്പത്തിക അവസ്ഥയെക്കുറിച്ചുള്ള ആശങ്കകൾ ജനങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു. അപ്പോൾ അത്തരത്തിൽ അതാണ് ചർച്ച ചെയ്യപ്പെടുക, തെരഞ്ഞെടുപ്പിൽ അജണ്ടയാവുക എന്നാണ് വിചാരിച്ചിരുന്നത്. അങ്ങനെ അജണ്ടയാകുമായിരുന്നെങ്കിൽ ഈ കഴിഞ്ഞ തവണ ജസ്റ്റിൻ ട്രൂഡോയിലൊക്കെ ലിബറൽ പാർട്ടിയാണ് ഭരിച്ചിരുന്നത്. ലിബറൽ പാർട്ടിയുടെ നില വളരെ വളരെ പരുങ്ങലിലായിരുന്നു അവിടെ. ലിബറൽ പാർട്ടിയുടെ നില പരുങ്ങലിലായിരുന്നു എന്ന് മാത്രമല്ല, 2024 നവംബർ ഡിസംബറുകളിലൊക്കെ നടത്തിയിട്ടുള്ള സർവേകളിൽ ഈ കൺസർവേറ്റീവ് പാർട്ടി എന്ന് പറയുന്ന അവിടുത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിക്ക് ലിബറൽ പാർട്ടിയേക്കാൾ ഏതാണ്ട് 25 പോയിന്റുകൾ വരെ കൂടിയെന്നിരുന്നു. എന്ന് പറഞ്ഞാൽ അവർ അനായാസമായി ജയിക്കുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ നമ്മുടേതിപ്പോഴും ഗ്ലോബൽ വില്ലേജ് എന്നൊക്കെ വിളിക്കാവുന്നത് കൊണ്ട് തന്നെ ലോകത്ത് നടക്കുന്ന മറ്റു പല കാര്യങ്ങളൊക്കെ നമ്മളെ സ്വാധീനിക്കുമെന്നുള്ളത് കൊണ്ട് അവിടെ യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ അധികാരത്തിൽ വന്നത് കനേഡിയൻ ഇലക്ഷൻ ആകെ തന്നെ മാറ്റിമറിച്ചു. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നു എന്ന് മാത്രമല്ല, ട്രംപ് കാനഡയ്ക്കെതിരെ ഒരുപാട് ശത്രുതാപരമായിട്ടുള്ള നിലപാടുകളെടുത്തു. അവിടെ നിന്നുള്ള ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ തീരുവ കൂട്ടുകയും കാനഡയെ വേണമെങ്കിൽ ഞങ്ങൾ 51ാമത്തെ സ്റ്റേറ്റായി പരിഗണിക്കാമെന്ന് പറയുകയും കാനഡയിൽ അതിർത്തികൾ ഇല്ലാതാക്കാമെന്ന് പറയുകയൊക്കെ ചെയ്തതോടുകൂടി യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ ജസ്റ്റിൻ ട്രൂഡോയിൽ ലിബറൽ പാർട്ടി രക്ഷപ്പെട്ടു. കാരണം അവിടെ ഒരിക്കലും ഇല്ലാത്ത രീതിയിലുള്ള വലിയ ഒരു ദേശഭക്ത വികാരം ആളുകളുടെ ഉള്ളിൽ ഉടലെടുത്തു. അങ്ങനെ ഉടലെടുത്തുകൊണ്ട് തന്നെ മറ്റെല്ലാം തന്നെ പ്രശ്നങ്ങളൊക്കെ തന്നെ മാഞ്ഞു പോവുകയും ഈ പറയുന്ന ലിബറൽ പാർട്ടിയോട് ആളുകൾക്ക് വലിയ തോതിൽ അനുകമ്പ ഉണ്ടാവുകയും ചെയ്തു. അതിനിടയിൽ തന്നെ ജസ്റ്റിൻ ട്രൂഡോയ്ക്കെതിരെ വലിയ വികാരമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജസ്റ്റിൻ ട്രൂഡോ രാജിവെക്കുകയും അവർ ലിബറൽ പാർട്ടിയുടെ പുതിയ നേതാവായിട്ട് മാർക്ക് കാർണിയെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അപ്പോൾ മാർക്ക് കാർണി എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഇൻ്റർനാഷണൽ സാമ്പത്തിക വിദഗ്ധനാണ്, ധനകാര്യ വിദഗ്ധനാണ്. അദ്ദേഹം നിരവധി സ്ഥാപനങ്ങളെ വലിയ സ്ഥിരതയിലേക്ക് നയിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ പറയുന്ന ഒരു അനുകൂല സാഹചര്യം കൂടിയുള്ളതുകൊണ്ട് ഈ മാർക്ക് കാർണിയെ പോലൊരാളെ മുന്നിൽ നിർത്തിയതുകൊണ്ട് തീർച്ചയായിട്ടും ലിബറൽ പാർട്ടിക്ക് വലിയ തോതിൽ അവിടെ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ചിരുന്ന പോലെയുള്ള വലിയ തിരിച്ചടി അവർക്കുണ്ടായില്ല എന്നുള്ളതാണ് വാസ്തവം. അതേസമയം തന്നെ ഏതാണ്ട് അധികാരത്തിലെത്തും എന്നുറപ്പിച്ചിരുന്ന കൺസർവേറ്റീവ് പാർട്ടി, അത് അവരുടെ നേതാവെന്ന് പറയുന്നത് പിയെ പൊയ്ലീബ്ര എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് അധികാരത്തിൽ എത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പിയെ പൊയ്ലീബ്ര അടക്കം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ പരാജയപ്പെട്ടു. അദ്ദേഹം നിന്ന സീറ്റിൽ തന്നെ പരാജയപ്പെട്ടു. കാരണം അവിടെ ഇനി പ്രതിപക്ഷ നേതാവാകണമെങ്കിൽ അദ്ദേഹം വേറെ ആരെങ്കിലും രാജിവെപ്പിച്ചിട്ട് അവിടെ നിന്ന് മത്സരിക്കേണ്ടതുണ്ട്. ഇതാണ് ഇപ്പോൾ യഥാർത്ഥത്തിലുള്ള വസ്തുത. യഥാർത്ഥത്തിൽ കേവല ഭൂരിപക്ഷം നേടാനായിട്ട് ലിബറൽ പാർട്ടിക്ക് പോലും കഴിഞ്ഞില്ല. കാരണം അവിടെയുള്ള ടോട്ടൽ സീറ്റുകൾ 343 അവിടെ ഭരണത്തിലെത്താൻ വേണ്ടത് 172 സീറ്റുകളാണ്. പക്ഷേ ലിബറൽ പാർട്ടിക്ക് അതിനേക്കാൾ 3 സീറ്റ് കുറഞ്ഞ് 169 സീറ്റുകളാണ് അവിടെ കിട്ടിയത്. ഇനി ഈ 169 സീറ്റുകൾ കിട്ടുമ്പോഴും അവർക്ക് ഭരണം പിടിക്കാൻ കഴിയും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. കാരണം ലിബറൽ പാർട്ടിയോട് അനുകൂലിക്കുന്ന പ്രോഗ്രസീവ് പാർട്ടിക്ക് അവിടെ 7 സീറ്റുകളുണ്ട്. അല്ലെങ്കിൽ ബ്ലോക്ക് ക്യൂബിക് പാർട്ടിക്ക് 22 സീറ്റുകളുണ്ട്. പിന്നെ ഈ പറയുന്ന അല്ലെങ്കിൽ തന്നെ NDP എന്ന് പറയുന്ന ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയുന്ന ജഗ്മീത് സിംഗിൻ്റെ ഒരു പാർട്ടിയുണ്ട്. ആ പാർട്ടിക്ക് അവിടെ ഇത്തവണ 7 സീറ്റുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ജഗ്മീത് സിംഗ് നേരത്തെ തന്നെ ലിബറൽ പാർട്ടിയെ പിന്തുണച്ചിരുന്നതാണ്, അവരുടെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ലിബറൽ പാർട്ടി ഭരിക്കും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ മാർക്ക് കാർണിയെ കാത്തിരിക്കുന്നത്, അദ്ദേഹം ഇതുവരെ പല ധനകാര്യ സ്ഥാപനങ്ങളെയും ഒക്കെ ഉന്നതിയിലേക്ക് നയിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ അതുകൊണ്ട് കാനഡയുടെ ഉന്നതിയിലേക്ക് നയിക്കാൻ കഴിയുമോ എന്നറിയില്ല. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രസ്താവന തന്നെ അദ്ദേഹം പറഞ്ഞേക്കുന്നത് അമേരിക്കയുമായിട്ടുള്ള നല്ല സഹകരണം ഉണ്ടായിരുന്ന ഒരു കാലം കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. അപ്പോൾ അത് എത്രത്തോളം പുതുക്കും അല്ലെങ്കിൽ അതിനെ എങ്ങനെ നേരിടും എന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത്. ഇന്ത്യക്കും ഇതിൽ ചില കാര്യങ്ങൾ സന്തോഷിക്കാനുണ്ട് എന്നുള്ളതാണ്. ആ സന്തോഷിക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്,
ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയുന്നത് ജഗ്മീത് സിംഗിൻ്റെ പാർട്ടി. കഴിഞ്ഞ തവണ അവർ അധികാരത്തിലിരിക്കുമ്പോൾ, അതായത് കൂട്ടുകക്ഷി മന്ത്രിസഭയിൽ അധികാരത്തിലിരിക്കുമ്പോൾ അവർക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് 15.98% വോട്ടാണ്. എന്ന് പറഞ്ഞാൽ 16% നിർണായകമായിട്ടുള്ള വോട്ടാണ് കാനഡയിൽ കിട്ടിയത്. അതിൽ തന്നെ അവർക്ക് 24 സീറ്റുകളുണ്ടായിരുന്നു. പക്ഷേ ജഗ്മീത് സിംഗിൻ്റെ പാർട്ടിക്ക് ഇത്തവണ വലിയ തിരിച്ചടിയേറ്റിരിക്കുന്നു. കാരണം അവരാണ് ഖലിസ്ഥാൻ ഭീകരവാദത്തെയൊക്കെ തന്നെ പിന്തുണക്കുകയും അതിനനുകൂലമായിട്ടുള്ള ചില നിലപാടുകൾ കാനഡയെ കൊണ്ട് എടുപ്പിക്കുകയും ഒക്കെ ചെയ്തത്. ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് വേറെ വഴിയില്ലായിരുന്നു അതെടുക്കാതെ. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ഇത്തവണ അവരുടെ ശക്തി വലിയ തോതിൽ കുറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ തവണ 15.98% വോട്ട് ഷെയറും 24 സീറ്റുകളുമാണെങ്കിൽ ഇത്തവണ അവർക്ക് കേവലം 6.3% വോട്ടുകളേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ വോട്ട് ഷെയറിൽ അവർക്ക് 9.68 10% വരുന്ന വലിയ കുറവുണ്ടായിരിക്കുന്നു. കൂടാതെ കേവലം 7 സീറ്റുകളിലേക്കായിട്ട് ഒതുങ്ങിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ പഴയ പോലെയുള്ള അത്ര വലിയ സമ്മർദ്ദം ഈ പറയുന്ന മാർക്ക് കാർണിക്ക് അനുഭവിക്കേണ്ടി വരില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അദ്ദേഹം ഏത് തരത്തിലുള്ള നടപടികൾ എടുക്കുമെന്നറിയില്ല. കൂടാതെ ഇന്ത്യ വിരുദ്ധനായിട്ടുള്ള പല നിലപാടുകളും എടുക്കുകയും ഖലിസ്ഥാൻ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ജഗ്മീത് സിംഗ് തന്നെ സ്വന്തം മണ്ഡലത്തിൽ തോൽക്കുകയാണ് ചെയ്തേക്കുന്നത് എന്നുള്ളതും ഇന്ത്യയെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉണ്ടായിട്ടുള്ളത്. ക്യൂബിക് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിക്ക് 6.3% വോട്ടും, പക്ഷെ അവർക്ക് 22 സീറ്റുകളും നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇതൊക്കെ പറയുമ്പോഴും ഇത്തരത്തിൽ ട്രംപിൻ്റെ ഒരു വലിയ പ്രസ്താവനകളും ട്രംപിൻ്റെ കാനഡ വിരുദ്ധ പ്രസ്താവനകളൊക്കെ തന്നെ അവർക്കുടെ ഒരു ദേശഭക്തി വികാരമുണ്ടാക്കിയെന്നും ജനങ്ങൾ ലിബറൽ പാർട്ടിക്ക് വോട്ട് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ പോലും ഈ രണ്ട് പാർട്ടികൾ തമ്മിൽ, അതായത് മേജറായിട്ടുള്ള രണ്ട് പാർട്ടികൾ, ഒന്ന് ലിബറൽ പാർട്ടിയാണ്. ആ ലിബറൽ പാർട്ടിക്ക് 43.7% വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ തൊട്ടടുത്ത് കേവലം ഒരു 2% വോട്ടിൽ താഴെ മാത്രമേ വ്യത്യാസമുള്ളൂ. കാരണം കൺസർവേറ്റീവ് പാർട്ടിക്ക് കിട്ടിയിരിക്കുന്നത് 41.3% വോട്ടുകളാണ്. കൺസർവേറ്റീവ് പാർട്ടിക്ക് കിട്ടിയത് 144 സീറ്റുകളാണുള്ളത്. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് PA പൊയ്ലിവ്ര തോറ്റുപോയി എന്ന് പറഞ്ഞു, ജഗ്മീത് സിംഗ് ഇവിടെ തോറ്റുപോയി എന്ന് പറഞ്ഞു. ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും തന്നെ, പ്രതിപക്ഷത്തിലുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാവരും തന്നെ തോറ്റുപോയിട്ടുണ്ട്, ചില കക്ഷികളുടെയെങ്കിലും. എന്ന് പറഞ്ഞാൽ ഈ അവിടെയുള്ള ജനത വളരെ പ്രോഗ്രസീവായിട്ടുള്ള സാമ്പത്തിക നയങ്ങളെയും സുസ്ഥിരതയെയും സ്വന്തം രാജ്യത്തെയും സ്നേഹിക്കുന്നു. പക്ഷേ വിഘടനവാദികളെ ഒന്നും പിന്തുണക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഇനി മറ്റൊരു കാര്യം കൂടിയുള്ളത്, ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള ആളുകൾ അവിടെ നിന്ന് ജയിക്കാറുണ്ട് എല്ലാ തവണയും. കഴിഞ്ഞ തവണ 2021 അവിടെ 19 പേരാണ് ഈ പറയുന്ന ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള ആളുകൾ ഈ സഭയിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള ആളുകൾ 23 പേരുണ്ട്. അതായത് ടോട്ടൽ 75 പേരാണ് ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള ആളുകൾ മത്സരിച്ചത്. അതിൽ 23 പേർക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ പലരും സിഖ് ധാലിവാൽ എന്ന് പറയുന്ന ലിബറൽ പാർട്ടിയുടെ ആളുകളാണ്. അതുപോലെ തന്നെ രൺദീപ് സോറ എന്ന് പറയുന്നത് ലോയറാണ്, ഓൺട്രപ്രണറാണ്, അദ്ദേഹം ലിബറൽ പാർട്ടിയിലാണ്. ഇത്തരത്തിലുള്ള ചില ആളുകളൊക്കെ തന്നെ ജയിച്ചിട്ടുണ്ട്. ഏറ്റവും ചെറിയ അവിടുത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മെമ്പർ എന്ന് പറയുന്നത് സുഖ്മാൻ സിംഗ് ഗിൽ എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹവും ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള ഒരാളാണ്. 25 വയസ്സേ ഉള്ളൂ. അദ്ദേഹം കൺസർവേറ്റീവ് പാർട്ടിയിലാണ് ജയിച്ചേക്കുന്നത്. എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ കനേഡിയൻ ഇലക്ഷനെ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ഒരാൾ അമേരിക്കയിൽ ഭരണത്തിലേറിയതുകൊണ്ട് കനേഡിയൻ ഇലക്ഷനിൽ വലിയ ഷിഫ്റ്റ് ഉണ്ടായിരിക്കുന്നു, വോട്ടുകളിൽ വലിയ വ്യത്യാസമുണ്ടായിരിക്കുന്നു, ഇന്ത്യക്കും ആശ്വാസമായിരിക്കുന്നു. പഴയ പോലെയുള്ള കാനഡയുമായിട്ടുള്ള വളരെ വഷളായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് പോകില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം ജഗ്മീത് സിംഗിൻ്റെയും ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിയുടെയും ഒക്കെ സ്വാധീനവും വളരെ 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 കാനഡയിൽ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് നമ്മളൊരു ഗ്ലോബൽ വില്ലേജായി മാറിക്കൊണ്ട് ഇൻ്റർനാഷണൽ ലെവലിലുണ്ടാകുന്ന കാര്യങ്ങൾ വരെ വേണമെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കാനഡ.